നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വാഴക്കൃഷി അവലോകനമാണ്. മഞ്ചേരിക്കുള്ളൻ നടുക, മഞ്ചേരി ഏത്തവാഴ നട്ടാൽ അത് 5 മാസത്തിന് കഴിഞ്ഞ് ഉടനെ കൊലയ്ക്കുന്നതാണ്. 8-ാം മാസത്തിന് നമുക്ക് പഴം കഴിക്കാം. മനുഷ്യ ശരീരത്തിന് വിറ്റാമിനുകളുടെ ധാരാളം വേണം. അതുപോലെയാണ് വാഴയ്ക്ക് അയർ എന്നൊരു വിറ്റാമിൻ സൂക്ഷ്മമൂല മിശ്രിതമുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവ ധാരാളം അടങ്ങിയതാണ് ഈ അയർ. അത് 200 ഗ്രാം ഓരോ വാഴയ്ക്ക് കൊടുത്താൽ നല്ല കൊല കിട്ടുകയും ചെയ്യും, നല്ല തെളിമയോടെ നിൽക്കുകയും ചെയ്യും വാഴ. പിന്നെ ചാമ്പലിട്ടാൽ ഒരു പുളിപ്പ് കിട്ടും. അത് വേനൽക്കാലത്താണെങ്കിൽ വെള്ളം കോരിയും വേണം. അത് ചാമ്പലിടുന്നത് ഏറ്റവും നല്ലതാണ്. വാഴകൾക്ക് വലിയ ചെല്ലിയുടെ ശല്യമൊന്നും വരത്തില്ല. വീടിനടുത്തുള്ള വാഴകളാണെങ്കിൽ മീൻ വെള്ളം, കരിയ വെള്ളം 2 ദിവസം പുളിപ്പിച്ചിട്ട് ഒഴിച്ചാലും നല്ലതാണ്. ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ചാലും ഈ വാഴയ്ക്ക് ഏറ്റവും നല്ലതാണ്. നല്ലതാണ്. ഈ ജൈവവളത്തോടൊപ്പം ഗോമൂത്രം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഏറ്റവും. ഗോമൂത്രം ഒഴിക്കുമ്പോൾ 1 ലിറ്റർ ഗോമൂത്രത്തിൽ 1 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ വാഴ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഗോമൂത്രമായാലും മറ്റ് വളങ്ങൾ ഉപയോഗിക്കുമ്പോഴായാലും മാണത്തിൽ നിന്ന് 2 അടി അകലെ മാറ്റി വേണം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാണം പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ പന്നി, എലി, കാടൻ ഇവയുടെ ശല്യം ഒഴിവാക്കാൻ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞളും ഇഞ്ചിയും നല്ലതാണെന്ന് പരീക്ഷണാർത്ഥത്തിൽ ചിലർ പറയാറുണ്ട്. അത് വാഴക്കൈകൾ തമ്മിൽ മുട്ടാതെ അകലത്തിൽ വേണം ഈ വാഴകൾ നടുവാൻ. എല്ലാവരും മടി പിടിച്ചിരിക്കാതെ ഏതെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കുക. അല്ലെങ്കിൽ ഡെയിലി 1 മണിക്കൂർ നമ്മൾ നേരിട്ട് കൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭൂമിയില്ലാത്തവർക്കും കൃഷി ചെയ്യാം. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലോ മറ്റും ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് കൃഷി ചെയ്യാം. ഇത്ര സമയം ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്ത്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.